വിദ്യാർത്ഥികളുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് പ്രത്യേകിച്ച് 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളോടാണ് പറയാനുള്ളത്. നമ്മൾ പല വീഡിയോസിലും പറയുന്ന കാര്യമാണ്. 2019 അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ എല്ലാ അവസരങ്ങളും കഴിഞ്ഞു. ഇനി 6ാം സെമസ്റ്റർ പരീക്ഷയിൽ ഏതെങ്കിലും സപ്ലിമെൻ്ററി ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റാവുന്ന ഒരു കാര്യം പറയുകയാണെങ്കിൽ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനോ സ്പെഷ്യൽ എക്സാമിനേഷനോ കോൾ ഫോർ ചെയ്യുമ്പോൾ മാത്രമാണെന്നാണ്. എന്നാൽ നമുക്കിപ്പോൾ കിട്ടുന്ന വിവരം 2019 അഡ്മിഷൻ നവംബറിലാണ് ജോയിൻ ചെയ്തെങ്കിലും പരീക്ഷ നടത്തിയിട്ടുള്ളത് 2020-ലാണ്. ആ സമയത്ത് കൊറോണ ആയതുകൊണ്ട് ഇവർ കൊറോണ ബാച്ചാണ്. അതുകൊണ്ട് നിങ്ങൾ CAP IDയിൽ CAP 20 എന്നതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അവസരം കൂടിയുണ്ട്. ആയതുകൊണ്ട് 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനോ സ്പെഷ്യൽ എക്സാമിനേഷനോ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടതായിട്ട് വരില്ല. നിങ്ങൾക്ക് ഇനിയുള്ള സെമസ്റ്റർ പരീക്ഷയിൽ ഈ പറയുന്ന നോട്ടിഫിക്കേഷനിൽ 2019 അഡ്മിഷനോ അല്ലെങ്കിൽ 2020 ഈ 19-20 കൊറോണ ബാച്ച് ആയതുകൊണ്ട് നിങ്ങൾക്കും അവസരമുണ്ട് എന്ന രീതിയിലാണ് അറിയാൻ സാധിക്കുന്നത്. സോ ഡോണ്ട് വറി, ഇനി സ്പെഷ്യൽ എക്സാമിനേഷന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് വേണ്ടി സെമസ്റ്റർ പരീക്ഷകൾക്ക് വേണ്ടി നന്നായി പഠിക്കുക. 5-6 സെമസ്റ്റർ പരീക്ഷയാണ് ഇനി വരാനുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ നേരത്തെ ഒരു വീഡിയോ ചെയ്തിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ ശ്രദ്ധിക്കുക. പിന്നെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ, പ്രത്യേകിച്ച് 6ാം സെമസ്റ്ററിൽ മാത്രം ഒരു വിഷയത്തിൽ തോറ്റു, റീവാലുവേഷന് കൊടുത്തപ്പോഴും മാറ്റമൊന്നും ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ പോയി ചോദിക്കാം അതിൽ എന്തെങ്കിലും മാർക്ക് കൂടാൻ സാധ്യതയുണ്ടോ എന്ന്. 1-2 പോയിൻ്റൊക്കെയാണ് അല്ലെങ്കിൽ 1-2 പോയിൻ്റാണ് നിങ്ങൾ തോറ്റതെങ്കിൽ യൂണിവേഴ്സിറ്റി അത് ജയിപ്പിച്ച് കൊടുക്കുന്നുണ്ട് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ ആ കാര്യം കൂടി ഒന്ന് നോക്കുക. യൂണിവേഴ്സിറ്റിയിൽ പോയി കാര്യങ്ങൾ സംസാരിക്കുക. അങ്ങനെ ജയിക്കാൻ പറ്റുമെങ്കിൽ ആ സമയത്ത് തന്നെ ജയിച്ച് ഫർദർ സ്റ്റഡീസിനോ ജോലിക്ക് മറ്റോ പോകാമല്ലോ. ഈ കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. വീണ്ടും ആവർത്തിക്കുന്നു, 2019 ബാച്ച് എന്ന് പറയുന്നത് കൊറോണ ബാച്ചാണ്. അവർക്കൊരു അവസരം കൂടി ഉണ്ട് എന്നതാണ് ഇപ്പോൾ അറിയുന്ന പുതിയ വാർത്ത. സോ 1 ടൈം റെഗുലർ സപ്ലിമെൻ്ററി എക്സാമിനേഷനോ സ്പെഷ്യൽ എക്സാമിനേഷനോ വേണ്ടി വെയിറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ ഏത് സെമസ്റ്ററാണ് പോയിരിക്കുന്നത് ആ സെമസ്റ്ററിന് വേണ്ടി പഠിക്കാൻ തയ്യാറാവുക. ഇനി വരുന്നത് 5-6 സെമസ്റ്ററാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുങ്ങുക, അതിനുവേണ്ട കാര്യങ്ങൾ ചെയ്യുക. ഈ വിവരം നിങ്ങളുടെ ഫ്രണ്ട്സുമായും ഷെയർ ചെയ്യുക. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.